പഠിപ്പിക്കൽ ആരംഭിക്കുന്നത്. അപ്പോൾ ആ പ്രാതിനിധ്യം, അള്ളാഹുവിന്റെ ഖലീഫ എന്ന സ്ഥാനം ഏറ്റെടുത്ത എല്ലാ മനുഷ്യരും ആരാകണം? ഭരണകർത്താക്കളാകണം. അവർ ഭരണീയരാകാൻ പറ്റൂല, ഭരണകർത്താക്കളാകണം. മുസ്ലിം സമുദായം, ഇസ്ലാമിക സമൂഹം ഭരണകർത്താക്കളാകണം. നബിമാരും അങ്ങനെയാണ്. നബിമാരെ അനുസരിക്കപ്പെടാൻ വേണ്ടി വന്നവരല്ല, അനുസരിക്കാൻ വേണ്ടി നബിമാരെ അനുസരിക്കാൻ വേണ്ടി വന്നതല്ല, അനുസരിക്കപ്പെടാൻ വേണ്ടി വന്നതാണ്. അഥവാ നബിമാരെ ബാക്കിയുള്ളവരനുസരിക്കുക എന്നല്ലാതെ നബി വേറുള്ളവരനുസരിക്കുക എന്നുള്ളത് നടക്കൂല എന്ന്. ഒരു കാര്യം ശരിയാണ്, നമ്മളെല്ലാവരും നബിയെ അനുസരിക്കണം. നബി നമ്മളെ അനുസരിക്കേണ്ട ആവശ്യമില്ല, അത് ശരിയാണ്. അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ചിലരുണ്ട്, എന്ത് അങ്ങനെയൊന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയും. അങ്ങനെയൊന്നും നബി പറഞ്ഞിട്ടുണ്ടാവില്ല, അതൊക്കെ ഇസ്ലാം മതത്തിലുണ്ടാവുമോ എന്ന് ചോദിക്കും. അതെന്താ? ആ വിഷയത്തിൽ നമുക്ക് നബിയെ ഇഷ്ടമില്ല. താടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമോ, സുന്നത്തുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ, സുന്നത്ത് നോമ്പിന്റെ കാര്യം വരുമ്പോൾ, ദാനധർമ്മങ്ങളുടെ സക്കാത്ത്, സംഘടിത വിതരണത്തിന്റെ, ബഹുഭാര്യത്വത്തിന്റെ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ആ നബിയെ ഇഷ്ടമില്ലാത്ത രീതിയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. വലമു അന്നഫീക്കും റസൂലുള്ളാഹ് ലൗ യുതീഉക്കും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും. എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ റസൂലുണ്ട്, അള്ളാഹുവിന്റെ റസൂലാണ്. നിങ്ങൾ പറയുന്നത് അധിക കാര്യങ്ങളിലും റസൂൽ അനുസരിക്കാൻ മുതിർന്ന അവസാനം നിങ്ങൾ വിഷമിച്ചു പോകുമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റസൂൽ അനുസരിക്കുകയല്ല വേണ്ടത്, റസൂൽ പറഞ്ഞത് അനുയായികൾ അനുസരിക്കുകയാണ് വേണ്ടത്. എന്നാൽ നാട്ടിലെ രാജാവോ നാട്ടിലെ നേതാവോ അതുപോലെ ഈ പ്രവാചകന്മാരുടെ മാതാപിതാക്കളോ മുതിർന്നവരോ ഉണ്ടെങ്കിലോ അവിടെ നബിമാരനുസരിക്കണം, അവിടെ നബിമാരനുസരിക്കണം. കച്ചറുണ്ടാക്കി നടക്കലല്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ അച്ചടക്കം പാലിച്ചാണ് ജീവിച്ചത്, അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള രാജാവിന്റെ കീഴിലാണ് ജീവിച്ചത്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടാണ് കഴിഞ്ഞത്. മന്ത്രിയെ രാജാവ് അനുസരിക്കലാ? വെള്ളം മേപ്പെട്ട് ഒഴുകലാ? ആണോ? അല്ല. അപ്പോൾ അങ്ങനെയുമുണ്ട്. അപ്പോൾ നമ്മൾ മുസ്ലിം സമുദായം ഭരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന ചിന്താഗതിയാണ് ഈ പ്രസ്ഥാനങ്ങൾ ലോകത്ത് നൽകിയത്. അതിന്റെ ഇന്ത്യയിലെ മോഡലാണ് മൗദൂദിസം. അതിന്റെ അവസാനത്തെ നാണക്കേടിന്റെ പേരാണ് സോളിഡാരിറ്റി. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് സോളിഡാരിറ്റിയിലേക്കുള്ള ഈ താഴ്ച, അധപ്പതനം, വീഴ്ച വളരെ പ്രകടമാണ്. പിന്നെ കഥാവും ചരിത്രവും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇന്ത്യ രാജ്യത്ത് വർഗീയ ലഹള ഉണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചുകൊണ്ട് ഒരു ചങ്ങാതി ഒരു പുസ്തകം എഴുതി. അയാളെ മുസ്ലിംകൾ വധിച്ചു. അതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളുടെ കൂട്ട ശൃംഖല തന്നെയുണ്ടായി. അപ്പോൾ ജിഹാദ് 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 എന്ന ഒരു പോർവിളി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ അമുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴാണ് അബുൽ കലാം ആസാദ് ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ച് പ്രസംഗത്തിൽ പറഞ്ഞത്, ഇസ്ലാമിന്റെ ജിഹാദിനെ ആരെങ്കിലും ഒന്ന് ശരിക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ കള്ളന്റെ കയ്യിൽ താക്കോല് കിട്ടിയമായി ഈ സംവിധാനം. അത് എഴുതാൻ തുടങ്ങിയ മൗലാന മൗദൂദിയ. മൂപ്പർക്ക് വായിച്ചിട്ട് ആകെ കിട്ടിയതെന്താ വെച്ചാൽ, ഇന്ത്യയിൽ 700 കൊല്ലം മുസ്ലിങ്ങളാണ് ഭരിച്ചത്. ഇന്ത്യയിൽ 700 കൊല്ലം മുസ്ലിങ്ങളാ ഭരിച്ചത്. ഇനിയും മുസ്ലിങ്ങളാ ഭരിക്കേണ്ടത്. അതിന് നമ്മൾ ജിഹാദ് ചെയ്യണം. അബുൽ കലാം ആസാദ് എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ എതിരായി. അത് അങ്ങനെയാണ് മൗലാന മൗദൂദി പുസ്തകം തുടങ്ങിയത്. അങ്ങനെയാണ് പുസ്തകം തുടങ്ങിയത്. ജിഹാദിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭരിക്കാൻ വേണ്ടി വന്നവരാണ്, ഭരണം നമുക്ക് തന്നെ തിരിച്ചു കിട്ടണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കഠിന ശ്രമങ്ങളുടെ പേരാണ് ഈ ഇബാദത്ത്. ശരി, അവിടെ മുതൽ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആശയത്തെ ദുർവ്യാഖ്യാനിച്ചു.
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് എല്ലാ മനുഷ്യന്മാർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒരാശയമാണ്. ഇസ്ലാമിനെ പോലെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒരു ആശയം ദുനിയാവിൽ എവിടെയില്ല, വേറെ എവിടെയില്ല. ആർക്കും മുസ്ലിമാകാം, ആർക്കും ഒന്നാം നമ്പർ മുസ്ലിമാകാം, അല്ലേ? എല്ലാവർക്കും ഹിന്ദു ആകാൻ കഴിയില്ല. കാരണം ശ്രീരാമനെ ആരാധിക്കണം. ശ്രീരാമനെ അറിയാത്തവൻ ധാരാളം ഉണ്ടാവും. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശബരിമല അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും അതുപോലുള്ള ആളുകളെ ഒന്നും വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഓൻ ഹിന്ദു ആവൂല. ആവോ? ഇല്ല. അപ്പൊ ശ്രീരാമൻ ആരാണ്? അത് ഇന്ത്യയിലെ ഒരാളാണ്. ലോകത്ത് നാനാഭാഗങ്ങളിലും ജനകോടികളില്ലേ, അവർക്കെല്ലാവർക്കും ശ്രീരാമനെ അറിയോ? ഇല്ല. അറിയാൻ വല്ല വകുപ്പുണ്ടോ? യഥാർത്ഥമായൊരു ചരിത്രമുണ്ടോ? ഇനി ജൂതനാകണമെങ്കിലോ ക്രിസ്ത്യാനിയാകണമെങ്കിലോ അതിനൊക്കെ പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡായ ദൈവങ്ങളെയും ദേവീദേവന്മാരെയും പുണ്യവാളന്മാരെയും പുണ്യവാളത്തികളെയും വിളിച്ച് പ്രാർത്ഥിക്കണം, അല്ലേ? ഒരു മലയാളിക്ക് ഏതായിരുന്നാലും യേശുവിനെ ആരാധിക്കാൻ പറ്റില്ല. കാരണം യേശുവിന് മലയാളം അറിയില്ല, മൊയ്തീൻ ശേഖന് മലയാളം അറിയില്ല. അങ്ങനെയുള്ള പല ജാതി ഇടങ്ങേറുകളുണ്ട്. പടച്ചോന് എല്ലാ ഭാഷയും അറിയാം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് എല്ലാ ഭാഷയും അറിയാം, അല്ലേ? അപ്പോൾ ഒരാൾ സുന്നിയാകണമെങ്കിൽ അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചാൽ മതിയോ? അറേബ്യയിലെ ഒരു സുന്നി എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ ഏതാണ് ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കണം. ഒരു നല്ലൊരാളെ വിചാരിച്ചാലോ, ഈസാ നബിനെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ സുന്നികൾ അംഗീകരിക്കൂല. ഈസാ നബിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു സുന്നി വിചാരിച്ചാലോ, അത് പറ്റൂല. കാരണം അത് ക്രിസ്ത്യാനിന്റെ ആളാണ്. മറിയം ബീവിനെയാണെങ്കിലോ അത് പറ്റൂല. വനമ്പത്തെ ബീവിനെയാണെങ്കിലോ ഓക്കെ, ഈ ജാതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ദർശനങ്ങൾക്കും തത്വസിദ്ധാന്തങ്ങൾക്കും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവില്ല, സാധിക്കൂല. എന്നാൽ ഇസ്ലാം ആവുക എന്നൊരാൾ വിചാരിച്ചാലോ ഓക്കെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനികളെയും ബൗദ്ധരെയും ജൂതരെയും ജൈനരെയും എല്ലാം പടച്ച, ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പടച്ച ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രീരാമന്റെ അനുയായികൾക്ക് സാധിക്കും, ശ്രീകൃഷ്ണന്റെ അനുയായികൾക്ക് സാധിക്കും, മൊഹീദ്ദീൻ ശേഖന്റെ റിഫായി ശേഖന്റെ ആളുകൾക്ക് സാധിക്കും, ഈസാ നബിയുടെയും കന്യാമറിയത്തിന്റെയും ആളുകൾക്ക് സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അതുപോലെ ഇസ്ലാമിലെ എല്ലാ ആരാധനകളും അനുഷ്ഠാനങ്ങളും തത്വസിദ്ധാന്തങ്ങളും ആചാരമര്യാദകളും ഉപചാരങ്ങളും എല്ലാം എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന ആശയം ഒരാൾ സ്വീകരിക്കാൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി. ബിംബത്തെ ആരാധിക്കണമെങ്കിൽ ബിംബം വേണം, അതിന് പൈസ വേണം, ബിംബം വേണം. അല്ലെങ്കിൽ ദർഗകള്, മക്കാമുകള്, ജാറങ്ങള്, നേർച്ചകള്, പൂരങ്ങള്, മഹോത്സവങ്ങള്, പള്ളിപ്പെരുന്നാളുകള്, അല്ലെ, യാഗങ്ങള്, ഹോമങ്ങളൊക്കെ വേണം. പൈസ ഇല്ലാത്തവന് മുസ്ലിമാകാം, ഒരു ജില്ലിക്കാശും കയ്യിലില്ലാത്തവന് മുസ്ലിമാകാം. യാർക്ക് പോണെങ്കിലോ വലിയടങ്ങറില്ലേ? അങ്ങനെ ഏത് വശം ആലോചിച്ച് നോക്കിയാലും എല്ലാവർക്കും മുസ്ലിമാകാം, എല്ലാവർക്കും ഇസ്ലാം സ്വീകരിക്കാം. എന്ന് മാത്രമല്ല, വർഗീയതയില്ലാത്ത ഏക ദൈവവിശ്വാസമേ ഉള്ളൂ. അതാണ് ഏകദൈവ വിശ്വാസം. വർഗീയതയും ജാതീയതയും ഇല്ലാത്ത ഏക ദൈവവിശ്വാസമേ ഉള്ളൂ. അതാണ് ഏകദൈവ വിശ്വാസം. കാരണം ഹൈന്ദവന്റെ ദൈവമാണ് ശ്രീരാമൻ, ക്രൈസ്തവരുടെ ആളാണ് ഈസാ നബി, മാപ്പിളാരുടെ ആളാണ് മൊഹീദ്ദീൻ ശേഖ് എന്നിങ്ങനെയുള്ള വർഗീയത ഉൾക്കൊള്ളണം നമ്മൾ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ അവിടെ വർഗീയതയില്ല. ഈ രീതിയിൽ ഇസ്ലാമിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷേ ഈ ആശയക്കാർ നമ്മൾ ഭരിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന തീവ്രവാദം, ഭീകരവാദം പ്രചരിപ്പിച്ച ആളുകൾ അവർ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അനുസരണത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അടിമവേലക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ എന്ത് വന്നു? എല്ലാവർക്കും സാധിക്കൂല, എല്ലാവർക്കും മുസ്ലിങ്ങളാകാൻ സാധിക്കില്ല, കാരണം അള്ളാഹനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക്, സാധുക്കൾക്ക് സാധിക്കാതെ വരും. എന്ന് മാത്രമല്ല, കിബിറില്ലാത്തവന് അത് സാധിക്കൂല. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണമല്ലോ, ഗവൺമെന്റിനെ അനുസരിക്കണമല്ലോ, യജമാനന്മാരെ അടിമകളെ അനുസരിക്കണമല്ലോ. അങ്ങനെ ഒരുപാട് അനുസരണങ്ങൾ വരുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്നിട്ടുള്ള ഈ ജനകോടികളിൽ ഒരൊറ്റ മനുഷ്യനില്ല അള്ളാഹനെ മാത്രം അനുസരിച്ച് ജീവിച്ച ഒരാൾ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടാൻ പറ്റും? ആരുമില്ല എന്നുള്ളതാണ്. കാരണം അനുസരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് പലരെയും അനുസരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. തിരക്കടില്ല. അള്ളാഹു പറഞ്ഞതിൽ അള്ളാഹുവിനെ അല്ലാതെ അനുസരിക്കാൻ പാടില്ല എന്നൊരാശയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ത്യാഗം സഹിച്ചും അതിന് തയ്യാറാകണം, അല്ലേ? പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമുക്ക് സ്ത്രീധനം വാങ്ങാൻ പറ്റൂലല്ലോ. കൈക്കൂലി, ഹറാമായ കൈക്കൂലി കൊടുക്കണം സ്കൂൾ വാങ്ങാൻ, എന്നാലും വാങ്ങാൻ പറ്റുമോ? പെങ്ങളെ കെട്ടിക്കണം, അതിനുവേണ്ടി സ്ത്രീധനം വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇടങ്ങേറ് സഹിക്കാൻ നമ്മൾ തയ്യാറാവും. നോമ്പ് കാലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പകല് ഇടങ്ങേറ് സഹിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ അല്ലാതെ അനുസരിക്കാൻ പാടില്ല എന്ന് ഖുർആനിലോ സുന്നത്തിലോ ഉണ്ടോ? ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ 19 സ്ഥലങ്ങളിലും റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.